എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പ നിമിഷം ചിന്തയ്ക്കായി ആമേ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായം 9 അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യമാണ് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. 6 മുതൽ 8 വരെയുള്ള വേദാംശങ്ങൾ. ആമേൻ, സ്തോത്രം. അതിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കുന്നു, ശ്രദ്ധിച്ചാലും. എന്നാൽ ലാഭമായി വിതയ്ക്കുന്നവൻ ലാഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളം. ഓർത്തുകൊള്ളുവീൻ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. ഓർത്തുകൊള്ളുവീൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചനയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കേട്ടിരിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിന് കൊടുക്കുന്ന വിഷയം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ധാരാളമായി കണ്ടുവരുന്ന ദൈവമക്കളുടെ ഇടയിൽ കാണുന്നതും ദൈവമക്കൾ കൊടുക്കാൻ മടിക്കുന്നതുമായ കാര്യമാണ് പൗലോസ് ഇവിടെ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ധാരാളമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവമക്കളുടെ ഇടയിൽ ദശാംശം കൊടുക്കത്തില്ല, ദൈവത്തെ മാനിക്കത്തില്ല, ദൈവസഭയെ മാനിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, എന്നാൽ ലാഭമായി വിതയ്ക്കുന്നവൻ ലാഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. സ്തോത്രം. പറഞ്ഞിട്ട് താൻ താഴോട്ട് 7-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് പോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്. കണ്ടോ, സങ്കടത്തോടെ കൊടുക്കരുത്. അടുത്തെന്താ പറയുന്നറിയാമോ? നിർബന്ധത്താലും അരുത്. കണ്ടോ. അപ്പോൾ ഇനി ഷാജി പാസ്റ്റർ പ്രസംഗിച്ചത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. നോ, അങ്ങനെ കൊടുക്കാൻ പ്രമാണമില്ല. നിങ്ങളുടെ സഭയിലെ പുരോഹിതൻ പ്രസംഗിക്കും, പക്ഷെ അദ്ദേഹത്തിന് പ്രസംഗം കേട്ട് പേടിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. അതിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. ഇനി അത് പോട്ടെ, നമ്മുടെ സഭയിൽ ഒരു ഗസ്റ്റിനെ വിളിക്കുക, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് കൊടുക്കുന്ന വിഷയമായിരിക്കും ദശാംശം. അദ്ദേഹം ധൈര്യത്തോടെ പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞു, പകൽ കഴിഞ്ഞു, രാത്രി കഴിഞ്ഞു, പിറ്റേ ദിവസവും പകലും രാത്രിയും കഴിഞ്ഞു, 3-ാം ദിവസവും പകലും രാത്രിയിലും അതേ വിഷയം തന്നെ. അദ്ദേഹം പ്രസംഗിച്ചു പോയി. പിറ്റേ ആഴ്ച ആയപ്പോൾ സഭയിൽ ദശാംശ പാത്രത്തിൽ ദശാംശം കൂടുതലുണ്ട്. അതെന്താ അങ്ങനെ വന്നേ? അതുവരെ പ്രസംഗം കേട്ടിട്ടില്ലായിരുന്നോ? അതുവരെ ബൈബിൾ വായിച്ചില്ലായിരുന്നോ? അതുവരെ ദൈവത്തിന് കൊടുക്കാൻ അറിയത്തില്ലായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കൂ, ഒരു ജോലി സ്ഥലത്തുനിന്ന് നമ്മൾ ശമ്പളം വാങ്ങുമ്പോൾ, ജോലി ചെയ്തു 1 മാസം ശമ്പളം വാങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഏത് സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ശമ്പളം വാങ്ങിയാലും കുറച്ച് അവിടെ നമ്മൾ ചിലവാക്കാറുണ്ടല്ലേ? സ്തോത്രം. എങ്ങനെ ചിലവാക്കുന്നു? നോക്കിക്കുക, അതിൻ്റെ പകുതി ശമ്പളത്തോളം നമ്മൾ ചിലവാക്കുക ആദ്യമേ. എന്താണ്? നമ്മൾ പോകുന്ന പെട്രോളിൻ്റെ പൈസ അല്ലേ? ആ ഒരു മാസമുള്ള നമ്മളുടെ ചിലവുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ശമ്പളം വാങ്ങിയാൽ കൊടുക്കാൻ പോലും അല്ലെങ്കിൽ കയ്യിലെടുക്കാൻ പോലും കാണത്തില്ല. ആ തലത്തിലേക്കാണ് ജനം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അതുപോലെ അല്ല ദൈവത്തിന് കൊടുക്കുന്നത്. ദൈവം മുമ്പാകെ ജോലി ചെയ്യുന്നവന് സകലതും തരാൻ ദൈവശക്തനാ. കണ്ടോ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കണ്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞത് കൊണ്ടോ പ്രേരിപ്പിച്ചത് കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൊടുക്കരുത് ദശാംശം. ഒരു പാസ്റ്റർ പറഞ്ഞത് കൊണ്ട് ദശാംശം കൊടുക്കരുത്. ആമേൻ. ഒരു പ്രവാചകൻ പറഞ്ഞത് കൊണ്ട് ദശാംശം കൊടുക്കരുത്. അപ്പൊ ദശാംശത്തിന് അതിൻ്റെതായ വ്യവസ്ഥയുണ്ട്.
വ്യവസ്ഥയില്ലാതെ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് പോലെ നിശ്ചയിച്ചിരിക്കുക, ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ ഞാൻ കൊടുത്തിനിപ്പോൾ പാസ്റ്റർ വണ്ടി വാങ്ങണ്ട, സ്തോത്രം. ഇനിയിപ്പോൾ ഞാൻ കൊടുത്ത് പാസ്റ്ററിന് എന്ത് ചെയ്യണ്ട, ബൈബിൾ കോളേജ് നടത്തണ്ട. ഇനിയിപ്പോൾ ഞാൻ പാസ്റ്ററിന് ഗ്രാജുവേഷൻ നടത്തണ്ട. ഇനിയിപ്പോൾ ഞാൻ ദശാംശം കൊടുത്ത് പാസ്റ്ററിനിപ്പം ആമേൻ സഭ പണിയണ്ട. ഞാൻ ഇനിയിപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ഇനി ഞാൻ എൻ്റെ സ്വോത്ര കാഴ്ച കൊണ്ട് ഇനി സൺഡേ സ്കൂൾ വാർഷികം നടത്തണ്ട, പള്ളി പണിയണ്ട, സെമിത്തേരിക്ക് സ്ഥലം വാങ്ങണ്ട. ഇങ്ങനെ പറയുന്ന ആയിരക്കണക്കിന് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഓ, എന്താ അദ്ദേഹത്തിന് ഇത്ര നടത്തിയെങ്കിൽ അത് നടത്തിക്കൂടെ? ഇതൊക്കെയാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇന്നും നോക്കൂത്തിയപ്പോൾ ഇരിക്കുന്നത്. അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇനി ദൈവത്തിൻ്റെ ദൂതന്മാർ വീട്ടിൽ ഇറങ്ങി പ്രാർത്ഥിച്ചാലും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന് കൊടുത്തേ പറ്റൂ. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ദൈവ പൈതലെ കൊടുക്കില്ല. ഇങ്ങോട്ട് വാങ്ങും, കൊടുക്കില്ല. വാങ്ങാൻ ദൈവത്തിന് പോലും കൊടുക്കില്ല. പിന്നെയാണ് ഇനി എൻ്റെ പൊന്ന അഭിഷത്തന്മാരെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, ഞാൻ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പേര് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ദൈവത്തിനെ കൊടുക്കുന്നില്ല, പിന്നെ എങ്ങനെ കൊടുക്കും? അല്ലേ? പോരാ. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടില്ല. ആമേൻ. ഞാൻ 10,000 രൂപ വാങ്ങിച്ചാൽ 100 രൂപ കൊടുക്കത്തുള്ളൂ. അതാണോ വ്യവസ്ഥ? 10,000 രൂപയ്ക്ക് എത്ര ദശാംശം എന്നറിയാമല്ലോ. 1000 രൂപ. അപ്പോൾ 1,00,000-നോ 10,000 രൂപ കൊടുക്കുമോ? എവിടെ കൊടുക്കാൻ? 10,000 രൂപ ഒരു മാസം. പള്ളിക്ക് 10,000 രൂപ. 5 കുടുംബമാകുമ്പോൾ 50,000 രൂപ. ഈ പറച്ചിൽ നിർത്തിയാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. നിന്റെ ശമ്പള വർധനവ് ദൈവം തരും. നിനക്ക് പ്രമോഷൻ ഉണ്ടാകും. അതിനകത്തൊരു വലിയൊരു വെളിപ്പാട്, ഒരു വിശാലത ഉണ്ടാകും. കൊടുക്കാതെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹം പ്രതീക്ഷിക്കണ്ട. അടുത്ത 8-ാമത്തെ വാക്യം നോക്കിയേ. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം സർവശക്തൻ. ഉട്ടബൽക്കമന. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിരിക്കുന്ന പ്രാർത്ഥനാമുറി നിറയുകയാണ്. ദൈവസാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. ദൈവ പൈതലേ, ആമേൻ. നിന്റെ ജീവിതത്തിൽ കൃപാവരങ്ങൾ പെരുകുവാൻ, നിന്റെ തലമുറകൾ ഉയർച്ച പ്രാപിക്കുവാൻ, ആമേൻ, നിന്റെ ആമേൻ സ്തോത്ര തടസ്സമായിരിക്കുന്ന പേപ്പേഴ്സുകൾ റെഡിയാകുവാൻ എന്ന് വെച്ചാൽ ആരും ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടിട്ട് അയ്യോ ഷാജി സിയോൻ പാസ്റ്റർ പ്രസംഗിച്ചു പേപ്പേഴ്സ് റെഡിയാകാൻ ദശാംശം കൊടുക്കാൻ, ഒരിക്കലും കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവ പൈതലേ, രക്ഷിക്കപ്പെട്ട് ഇത്രയും വർഷമായില്ലേ? പറയാൻ പാരമ്പര്യമില്ലേ? ഞാനിങ്ങനെ ഇന്ന സമുദായത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞു. എന്തിനാ അറിഞ്ഞേ? കർത്താവിനെ പറ്റിക്കാനോ? കരഞ്ഞും കൊണ്ട് കൊടുക്കരുത്. ഒന്നിനും കരഞ്ഞും കൊണ്ട് കൊടുക്കരുത്. ദൈവം അത് പ്രസാദിക്കത്തില്ല. നീ ഏത് രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നാലും ദൈവനാമത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി കരഞ്ഞും കൊണ്ട് നിന്ന് 1 രൂപ കൊടുത്താൽ പോക്കാം. അയ്യോ ഞാൻ കൊടുത്തല്ലോ, അനുഗ്രഹം പ്രാപിച്ചില്ല. പറ്റില്ല, അത് പ്രാപിക്കില്ലെന്നേ. കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ പ്രാപിക്കാത്തത്? നീ സന്തോഷത്തോടെ കൊടുക്കാത്തതുകൊണ്ടാണ്. ആമേൻ. സ്തോത്രം. ഈ മെസ്സേജ് കേട്ട് ഇനി ആരും കൊടുക്കണ്ട. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറയുന്നത്, ആമേ, ദൈവാത്മാവ് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത്, ദശാംശം തന്നെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്. ഈ പ്രഭാതം നിങ്ങൾ കേട്ടുന്ന അനുഗ്രഹം പ്രാപിക്കുക. സകലത്തിലും ആമേൻ ആദ്യ ഫലം, സകലത്തിൻ്റെയും ആദ്യ ഫലം എവിടെ വരണം? ചർച്ചിൽ വരണം. ആമേൻ. സകലത്തിൻ്റെയും ആദ്യ ഫലം സഭയിൽ വരണം. ഹല്ലേലൂയ.
ആമേൻ. രണ്ട് കൈയും വീശി കയറി പോകാൻ വേണ്ടിയല്ല ദേവാലയം. ദേവാലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന്. മനസ്സിലാവുന്നുണ്ടോ? എവിടെ ആഹാരം ഉണ്ടാകാൻ? ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന്. എന്താ ചെയ്യേണ്ടത്? ദശാംശം മുഴുവനും എവിടെ വരണം? ഭണ്ഡാരത്തിലേക്ക് വരണം. എവിടെ വരണം? ഭണ്ഡാരത്തിലേക്ക് വരണം. സ്തോത്രം. അപ്പൊ ദൈവം ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സദൃശ്യാധ്യായങ്ങൾ നമ്മൾ 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, സദൃശ്യവാക്യങ്ങൾ 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, അത് 24 മുതൽ 25 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ സ്തോത്രം ആമേൻ സദൃശ്യ വാക്യ എഴുത്തുകാരനായ ശലോമോൻ ജ്ഞാനി വളരെ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചോളൂ. സമയം പോരാത്തത് നിങ്ങൾ വായിച്ചോളൂ. സ്തോത്രം. ആമേൻ. നോക്കൂ. ആമേൻ. 22-ാമത്തെ അധ്യായത്തിനകത്തും 22-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായി താൻ പ്രതിപാദിക്കുന്ന ഒരു ദൂത്. 22-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യവും നമുക്കവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ ആഹാരത്തിൽ നിന്നും ആമേൻ സ്തോത്രം അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. എന്തിൽ നിന്ന്? തൻ്റെ ആഹാരത്തിൽ നിന്ന്. എന്താണ്? ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. ദയുണ്ടോ? ഇന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക വന്നാൽ കൈ കൊണ്ട് കുടയാത്ത ആൾക്കാരാ. പറക്കുന്ന കാക്കേ വന്ന കൈ കൊണ്ട് കുടയാത്ത ആൾക്കാരാ. കുടഞ്ഞാൽ കയ്യിൽ നിന്ന് ഭക്ഷണം തെറിച്ച് കാക്ക കഴിക്കണമെങ്കിലോ. ദൈവം ഇതിലെ ദയാകടാക്ഷമുള്ളവൻ. രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷമായി നല്ല വിഷയം. സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നു. ഞാൻ ഇന്നക്കാർ കമ്മലും മാലയും ഊരി മീശ എടുത്തു, ഫുൾ കൈ ഷർട്ട്, അതൊന്നുമല്ല വിഷയം. ദയാകടാക്ഷ. കഴിക്കാത്തവന് നീ ആഹാരം കൊടു. പ്രൈസ് ദി ലോർഡ്. ആഹാരം ഇല്ലാത്തവന് ആഹാരം കൊടു. 4 നേരം കഴിക്കാനുണ്ടെങ്കിൽ 1 നേരം പോലും കഴിക്കാനില്ലാത്തവൻ നിന്റെ 2 നേരത്തെ ആഹാരം എടുത്ത് കൊടുക്ക്. അവരും കഴിക്കട്ടെ. ആരാ ചെയ്യുന്നത്? എവിടെ ദയാകടാക്ഷം? എവിടെ ദയ? എവിടെയാ ദയയുള്ളത്? പ്രസംഗവേദിയിൽ മാത്രമാണോ? പ്രവൃത്തിയിലും കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. കഴിക്കാത്തവന് കൊടുക്ക്, അവനും കഴിക്കട്ടെ, അവൻ്റെ മക്കളും ജീവിക്കട്ടെ. നിങ്ങൾ വായിച്ചില്ലേ? ദാരിദ്ര്യം മുഖാന്തരം, വിശപ്പ് മുഖാന്തരം ആത്മഹത്യ കേട്ടില്ലേ? കൂട്ടമായി ആത്മഹത്യ ചെയ്തു. പല പള്ളികളിലും മുട്ടി, പല അമ്പലങ്ങളിലും മുട്ടി, പല മുമ്പൊക്കെ കണ്ടു. ആരും കൊടുത്തില്ല. 4 പേരും കൂടെ പ്ലാൻ ചെയ്തു. സ്തോത്രം. അന്ന് മുഴുവൻ പിച്ചെടുത്ത പൈസ കൊണ്ട് ആഹാരം വാങ്ങിച്ച് കഴിച്ചു. തീരുമാനമെടുത്തു, വേണ്ട, ഇനി ഈ ലോകത്ത് നമുക്ക് ജീവിച്ചിരിക്കണ്ട, മരിച്ചു കളഞ്ഞില്ലേ. സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവ പൈതലേ, നിന്റെ അടുത്ത് വന്ന് കൈ നീട്ടിയാൽ കൊടുക്കാതിരിക്കരുത്. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. കണ്ടോ? തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കൊട്ടിപ്പാടിയിട്ടൊന്നും കാര്യമില്ല. പൗലോസ് പറയുക, തൻ്റെ ജീവിതത്തിനകത്ത്. ആമേൻ. ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കിയേ. 6-7 മുതൽ 9 നോക്കിയേ. വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. കണ്ടോ? ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുന്നു. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ശമനപരകതുനി. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യരുത്? വഞ്ചിക്കപ്പെടരുത്. എവിടെ വഞ്ചിക്കപ്പെടരുത്? ദൈവസന്നിധിയിൽ ശത്രുവിൻ്റെ മുമ്പിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രസംഗം പോലെ തന്നെ ജീവിതത്തിൽ ചിലത് പ്രാപിച്ചെടുക്കണം. അനാഥനെ കണ്ടാൽ, വിധവയെ കണ്ടാൽ, അഗതിയെ കണ്ടാൽ,
സൽക്കാരം കൊടുക്കാതിരിക്കരുത്, കൊടുക്കണം. നിന്റെ വീട്ടിലൊരാൾ കൈ നീട്ടിയാൽ കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപൈതലേ, പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? എന്നാൽ ലാഭമായി വിതയ്ക്കുന്നവൻ ലാഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. ആമേൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് പോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ശബലപരകതുരി. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജനത്തെ മാനിക്കണം, അനുഗ്രഹിക്കണം. താഴ്ചയല്ല, ഉയർച്ച പ്രാപിക്കട്ടെ കർത്താവേ, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്, സന്തോഷത്തോടെ കൊടുക്കണം. ദൈവം നിങ്ങളെ മാനിക്കും.